പ്രസിലേക്ക് സ്വാഗതം. ചില രാഷ്ട്രീയ നേതാക്കൾ, അത് ജില്ലാതല നേതാക്കളുടെ കാര്യമായാലും തന്നെ, അവർക്കൊക്കെ പലപ്പോഴും ചില നിയന്ത്രണങ്ങൾ വിട്ടുപോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഒരു നല്ല DCC പ്രസിഡന്റ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് മികവ് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം VD സതീശൻ്റെ ഒരു നോമിനിയാണെന്നാണ് പൊതുവെ വയ്പ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇപ്പം ഗ്രൂപ്പുകൾ വ്യക്തിപരമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവിടെ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ DCC പ്രസിഡൻ്റായ മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് PV അൻവറിന് എതിരെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്. PV അൻവർ കോൺഗ്രസ്സുകാരുടെ മേക്കിട്ട് കയറണ്ട എന്ന നിലയിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അത് ശരി, കോൺഗ്രസ്സിന് നേരെ PV അൻവർ പറഞ്ഞാൽ അതിന് പ്രതിഷേധിക്കാം. പക്ഷേ PV അൻവർ പറഞ്ഞ ഇടതുമുന്നണിക്കെതിരെ ഇല്ലെങ്കിൽ ചില ആളുകൾക്കെതിരെ, നിങ്ങൾക്കെല്ലാം അറിയാം ആർക്കെതിരെ എന്ന് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ചില സംഘങ്ങൾക്കെതിരെ വളരെ തുറന്ന് സംസാരിച്ച, ആഞ്ഞടിച്ച ഒരാളാണ് ഈ PV അൻവർ. അത് കോൺഗ്രസ്സിനും ഈ പ്രതിപക്ഷ നിരയ്ക്കും നൽകിയ മൈലേജ് വളരെ വലുതാണ്. അത് മുതലെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ UDFന് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ പറയേണ്ടത് കൊള്ളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തൊരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ ഈ PV അൻവറിന് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനവും അദ്ദേഹത്തിൻ്റെ പോക്കും. പക്ഷേ അങ്ങനെ നീങ്ങുമ്പോൾ പരോക്ഷമായെങ്കിലും PV അൻവറിന് ഒരു പിന്തുണ കൊടുക്കേണ്ട ആളുകളാണ് കോൺഗ്രസ്സുകാർ. പക്ഷേ അങ്ങനെയുള്ള കോൺഗ്രസ്സിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരാൾ PV അൻവറിനിട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒരു സുഖകരമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. അതിലൊരു രാഷ്ട്രീയ പ്രബുദ്ധത കാണുന്നില്ല. ഇല്ലെങ്കിൽ PV അൻവർ പറഞ്ഞതിനെതിരെ ഈ DCC പ്രസിഡന്റ് അല്ല പ്രതികരിക്കേണ്ടത്. അത് പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയുമായിരുന്നില്ല. PV അൻവർ കോൺഗ്രസ്സിനെതിരെ പറഞ്ഞു. കോൺഗ്രസ്സിനെതിരെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ അതിനെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഒതുക്കൻ മട്ടിൽ പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. PV അൻവറിനെ അടക്കം ആക്ഷേപിക്കുന്ന ഒരു തരത്തിലാണ് മുഹമ്മദ് ഷിയാസിൻ്റെ ചില കമൻറ്റുകൾ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിൻ്റ് മീഡിയയിൽ വന്ന കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ നമുക്ക് ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് ചില രാഷ്ട്രീയ ടിപ്പുകൾ ഇട്ട് തന്നാൽ അതിനെ നമ്മൾ കൊത്തിയെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രബുദ്ധത. അത് ശരിക്കും ആ നിലയിൽ PV അൻവറിനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ആരാണെന്നറിയാമോ? CPMൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് PV അൻവറിനെ നന്നായി പ്രൊമോട്ട് ചെയ്തതും അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തതും. ഇനിയും പറയണം എന്ന് ആഗ്രഹിച്ചതും CPMക്കാർ തന്നെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്ന ഒരാളിന് ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഒരു DCC പ്രസിഡന്റ് PV അൻവറിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് PV അൻവറിനെ വായടപ്പിക്കാനല്ല കോൺഗ്രസ്സുകാർ നോക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ തുറന്നു വെച്ച വായ ഇനി ഒരിക്കലും അടയ്ക്കാതെ അദ്ദേഹം ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ കണ്ടതും കേട്ടതും വ്യക്തമായും പറയുന്ന നിലപാടുകൾ അദ്ദേഹം തുടർന്നും സ്വീകരിക്കാനാണ് കോൺഗ്രസ് പിന്തുണ കൊടുക്കേണ്ടിയിരുന്നത്. അവിടെയൊക്കെയാണ് ശരിക്കും പിറകോട്ട് പോയത്. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എറണാകുളം DCC പ്രസിഡൻറ്റിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഷിയാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷിയാസിനെ മൊത്തം ഞാൻ ആക്ഷേപിക്കുകയല്ല. ഷിയാസ് ഒരു നല്ല സംഘടനാ പ്രവർത്തകനാണ്. DCC പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണർവോടുകൂടി പ്രവർത്തിച്ച ഒരു DCC പ്രസിഡന്റാണ്. കേരളത്തിലെ ഏറ്റവും നല്ല DCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഷിയാസ്. പക്ഷേ ഷിയാസ് പറയുമ്പോൾ ഇനിയെങ്കിലും സൂക്ഷിക്കുക. നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ പ്രസ്ഥാനത്തിനു കൂടി ഗുണകരമാകുന്ന മട്ടിൽ ആകണം. ഒന്ന് പൊതിഞ്ഞൊക്കെ പറയാൻ ശ്രമിച്ചാൽ നല്ലത്. അല്ലാതെ അടച്ചു വെച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് PV അൻവർ എന്തോ ആയിക്കോട്ടെ, അത് വേറൊരു കാര്യം, നമുക്ക് അതിനെക്കുറിച്ച് ചകയേണ്ട. PV അൻവർ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്, കോൺഗ്രസ്സിനും UDFനും നല്ല ഒരു ഗുണകരമായൊരു കാര്യമാണെന്ന്
പറയാതിരിക്കാൻ വയ്യല്ലോ. അതിപ്പോൾ രാഷ്ട്രീയപരമായി UDFന് ഒരു മൈലേജ് തന്ന കാര്യമാണ്. പക്ഷേ എന്താണ് UDFുകാർ അക്കാര്യത്തിലും സജീവമായ ഒരു ഇടപെടൽ നടത്താതിരുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ ചിലതൊക്കെ ചെയ്തു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു തീവ്രത അതിന് വന്നില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഷിയാസിൻ്റെ പ്രസ്താവന കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്ന ചില അടിയൊഴുക്കുകൾ ഉണ്ട്. ആ അടിയൊഴുക്കൽ എന്ത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾക്കപ്പുറമുള്ള ചില അടിയൊഴുക്കുകൾ. ഈ അടിയൊഴുക്കുകൾ നമുക്ക് മാന്തി നോക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയം മലീസമായി കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തു നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇടപെടലും സജീവമായി ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിൽക്കുന്നു. ഈ ഭരണപക്ഷത്ത് ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതികൾ അതേ നിലയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മൾ പ്രതിപക്ഷ നിരയിൽ കാണുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കയറി സെൽഫ് ഗോൾ അടിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു ദുരന്തമായി പറയേണ്ടിയും വരുന്നു.